വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ ബിഗ് ബോസിനുള്ളിൽ നടന്ന ആര്യന്റെയും ജിസേലിന്റെയും ബെഡ്, അതായത് അവർക്കിടയിൽ എന്താണ് നടന്നത് എന്നുള്ള ക്ലിയർ വീഡിയോ നമുക്കത് കണ്ടിട്ട് വരാം. 2 വീഡിയോ ആണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. 2 വീഡിയോ ക്ലിയർ ആയിട്ട് കണ്ടിട്ട് ബാക്കി വീഡിയോയിലോട്ട് പോകാം. ഭവാനി ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. പോയെ പോയെ, എന്റെ കിറ്റ് എവിടെ? നീ എന്റെ കിറ്റ് എടുത്തോ? സത്യം പറയണ, എന്റെ കിറ്റ് എടുത്തോ? നീ എന്റെ കിറ്റ് എടുത്തോ ഞാൻ ചോദിച്ചത്. ആര് നിന്നോട് ഞാൻ ചോദിക്കണേ, എന്റെ കിറ്റ് എടുത്താ? വീഡിയോ കണ്ടല്ലോ ഗൈസ്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് വളരെ വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും മനസ്സിലാവുന്നുണ്ട് ആര്യന്റെയും ജിസേലിന്റെയും പുതപ്പിനടിയിൽ നടക്കുന്ന സംഭവങ്ങൾ എന്നുള്ളത്. ഈ പറയുന്ന ആരും, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നതും നമ്മുടെ ബിഗ് ബോസ് കാണുന്ന ആരും മണ്ടന്മാരല്ല എന്നുള്ളതാണ്. ഇത് അനുമോൾ വളരെ വ്യക്തമായിട്ട് എല്ലാവരോടും പറഞ്ഞു, ഞാൻ കണ്ടു എന്നുള്ളത്. കണ്ടത് തെറ്റാണോ ശരിയാണോ എന്നല്ല, പക്ഷെ ഞാൻ കണ്ടു. അന്ന് നമ്മുടെ ലാലേട്ടൻ വന്ന് അനുമോളോട് ചോദിച്ചത് നിനക്ക് നാണമുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് അതെല്ലാം സത്യമായി കൊണ്ടിരിക്കുകയാണ്. അന്ന് ആരും അംഗീകരിക്കാത്ത ഒരു കാര്യം, നമ്മുടെ ബിഗ് ബോസിനുള്ളിൽ പല കണ്ടസ്റ്റൻസും കണ്ടു എന്ന് കഴിഞ്ഞ വീക്കിൽ നമുക്ക് അവർ പറയാനായിട്ട് ഇടയായി തരുന്നു. അതും നമ്മുടെ ലാലേട്ടൻ വന്ന് ചോദിക്കുന്നുണ്ട് അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റി. ശരി, ഓക്കെ, അതിൻ്റെ അകത്ത് പറയുന്നതെല്ലാം കള്ളമാണ് പറയുന്നത്, അല്ലെങ്കിൽ അവർ ചുമ്മാ വെറുതെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ബിഗ് ബോസിന് പുറത്ത് നടക്കാൻ അവർ കാണുന്നതോ നമ്മൾ കാണുന്നതോ മറ്റൊന്നുമില്ല ഗൈസ്. ഈ ഫാമിലി ടാസ്കിൽ ഈ ജിസേലിന്റെ അമ്മ നമ്മുടെ ബിഗ് ബോസിനുള്ളിൽ പോയിട്ട് ആര്യനോട് അങ്ങനെ പ്രത്യേകിച്ച് മിണ്ടുന്നുമില്ല, സംസാരിക്കുന്നുമില്ല. പക്ഷെ അനുമോളോട് അങ്ങനെയല്ല, സ്നേഹത്തോടെ സംസാരിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ ജിസേൽ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ എല്ലാവരോടും മിണ്ടി പക്ഷെ ആര്യനോട് മാത്രം മിണ്ടിയില്ല? അപ്പോൾ ജിസേലിന്റെ അമ്മ പറയുന്നത് ഞാൻ അവനെ കണ്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷം ജിസേലിന്റെ അമ്മ നമ്മുടെ ബിഗ് ബോസിനുള്ളിൽ വരുമ്പോൾ ആദ്യമേ തന്നെ ഈ പറയുന്ന ജിസേലിനോട് പറയുന്നത് നിന്റെ ഗെയിം അത്ര പോരാ, നീ ബെഡ് മാറി കിടക്കണം എന്നാണ്. അവിടെ നിൽക്കുമ്പോൾ ഒത്തിരി തവണ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജിസേൽ ചോദിക്കുന്നത് എന്താണ്, അവൻ എൻ്റെ ഫ്രണ്ടാണ്, അങ്ങനെയല്ല, നീ ബെഡ് മാറി കിടക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ജിസേലിന്റെ അമ്മ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ജിസേലിനോട് പറയാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ജിസേലിന് മനസ്സിലായി എന്തായാലും പുറത്ത് ഇമേജ് നെഗറ്റീവാണ്, ഈ ഒരു കാര്യങ്ങളെല്ലാം പുറത്ത് നല്ല രീതിയിൽ പോയിട്ടുണ്ട് എന്നുള്ളത്. അതിനുശേഷം ഈ പറയുന്ന ജിസേല് ആര്യനോട് നല്ല രീതിയിലുള്ള ഗ്യാപ്പ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ രണ്ടുപേരും 2 ബെഡിലാണ് കിടന്നുറങ്ങുന്നത്. കൂടാതെ നമ്മുടെ അഭിലാഷ് പുറത്തിറങ്ങിയതിനു ശേഷം ബിഗ് ബോസിൽ നിന്ന് എടുക്കുന്ന ഒരു ഇന്റർവ്യൂവിൽ അഭിലാഷ് തന്നെ പറയുന്നുണ്ട് അതിൽ കണ്ടു, നമ്മളും കണ്ടിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ എന്നിട്ട് പോലും ആ ഇന്റർവ്യൂ എടുക്കുന്ന വ്യക്തി സമ്മതിക്കുന്നില്ല. ആ ഒരു വ്യക്തി പറയുന്നത് എന്താണ്, ചിലപ്പോൾ മേ ബി അങ്ങനെ ആയിരിക്കാം, പക്ഷെ നമ്മളാരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ കണ്ണിൽ കാണുമ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിച്ചെടുക്കുന്നത്? രാത്രി ഒരു ബെഡ്ഷീറ്റിന്റെ അകത്ത് ഒരു പുരുഷനും സ്ത്രീയും കൂടെ ഇങ്ങനത്തെ ഇത്രയും നല്ല രീതിയിൽ ആ ബെഡ്ഷീറ്റ് നിങ്ങൾ കണ്ടല്ലോ അനങ്ങുന്നതൊക്കെ. അപ്പൊ ഇതിനകത്ത് എന്താണ് വല്ല പൂച്ചയോ പട്ടിയോ കയറി ഇറങ്ങുന്നതാണോ? ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല. ആരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? ജിസേലിനെയാണോ അതോ ആര്യനെയാണോ? ആര്യൻ പലതവണ ബിഗ് ബോസിൽ നിന്ന് പുറത്താകും അല്ലെങ്കിൽ ഔട്ടാകും എന്നുള്ള സിറ്റുവേഷൻ എത്തിയിട്ട് പോലും എവിക്റ്റ് ആകാത്ത ഒരു വ്യക്തിയാണ് ആര്യൻ എന്ന് പറയുന്നത്. പക്ഷെ എന്ത് തന്നെയായാലും ഇപ്പോൾ ഈ ഒരു മാതാപിതാക്കൾ നമ്മുടെ കുടുംബത്തിനകത്ത് പോയതിനു ശേഷം ഇവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും നല്ല രീതിയിലുള്ള അകലത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇനി ചിലപ്പോൾ നമുക്ക് ഈ ഒറ്റയ്ക്കുള്ള കളി നമുക്ക് ചിലപ്പോൾ കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായിട്ട് തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.